നിങ്ങളിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങി അത് പഠിക്കാനായിട്ട് കുറേ എഫേർട്ട് ഇട്ടു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ കേൾക്കാൻ പോകുന്നതായിരിക്കും അതായത് സ്റ്റോക്ക് മാർക്കറ്റ് നടക്കുന്ന സ്കാംസിനെ കുറിച്ച്. അങ്ങനെ സ്കാംസ് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ടേമായിരിക്കും ഹർഷത് മേത്ത എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ സ്കാം 1992 ഇപ്പോൾ റീസെൻ്റായിട്ട് പുറത്തിറങ്ങി ലക്കി ഭാസ്കറിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. എത്രയൊക്കെ പുതിയ സ്കാം വന്നാലും ഹർഷത് മേത്ത എന്ന് പറഞ്ഞ ഒരാൾ ആ നടത്തിയ സ്കാം അതായിരിക്കും നമ്മൾ ഫസ്റ്റായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് കേൾക്കുന്ന സമയത്ത് നമുക്ക് മൈൻഡിൽ വരുന്നത്. സോ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഹർഷത് മേത്ത നടത്തിയ 1992 ആ സ്കാം എന്താണെന്നുള്ളതാണ്. അപ്പോൾ പുള്ളി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ വലിയൊരു ലൂപ്പ് ഹോൾ ഉണ്ടായിരുന്നു. അത് കണ്ടുപിടിച്ചിട്ട് അതിനെ യൂസ് ചെയ്തിട്ടാണ് ഈ സ്കാമൊക്കെ നടത്തിയത്. ആക്ച്വലി അത് നടന്നപ്പോഴാണ് നമ്മൾ ഗവൺമെൻറ്റും അല്ലെങ്കിൽ സെബി റെഗുലേഷൻസ് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയത്. അതായത് ഓരോ സ്കാം കഴിയുന്ന സമയത്താണല്ലോ നമ്മൾ ഓരോ പാഠം ഉൾക്കൊണ്ടിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. സോ ഹർഷത് മേത്ത എന്ന് പറഞ്ഞ ആ ആൾ കാരണമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ കുറച്ചുകൂടി സ്ട്രിക്റ്റ് റെഗുലേഷൻസ് ഒക്കെ വരാൻ തുടങ്ങിയത്. പുള്ളി എന്താ ചെയ്ത് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്തു. മാനിപ്പുലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം സ്റ്റോക്കിലേക്ക്, അതായത് ഇപ്പോൾ ഒരു സ്റ്റോക്ക് കണ്ടുപിടിക്കും, അവിടേക്ക് ഇങ്ങനെ മണി പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കും, അതായത് പൈസ ഇട്ടുകൊണ്ടേയിരിക്കും. ഇതൊരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. അപ്പോൾ ഇട്ടിട്ട് ഈ സ്റ്റോക്കിന്റെ പൈസ ഓട്ടോമാറ്റിക്കായിട്ട് കൂടാൻ തുടങ്ങും. കണ്ടിട്ട് ബാക്കിയുള്ള ആൾക്കാരും വിചാരിക്കും ഇതൊരു നല്ല സ്റ്റോക്കാണെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് ബാക്കിയുള്ള ആൾക്കാരും പൈസ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും, ഇത് സ്റ്റോക്ക് പ്രൈസ് കൂടിക്കൊണ്ടുവരും. ഒരു പോയിന്റിന്റെ സമയത്ത് എല്ലാവർക്കും മനസ്സിലാവും ഇത് ഒരു ഓവർ പ്രൈസ്ഡ് സ്റ്റോക്ക് ആണെന്ന്. അതായത് നമ്മുടെ ആ വാല്യൂവിനെക്കാട്ടിയും ഏറ്റവും കൂടുതലായിരിക്കും ഇതിന് സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം മനസ്സിലാവുള്ളൂ ഇതെന്തോ ഇവിടെ തരികട നടക്കുന്നുണ്ടെന്ന്. അപ്പോഴേ നമുക്കിത് മനസ്സിലാവുള്ളൂ. സമയമാകുമ്പോഴേക്കും ഹർഷത് മേത്ത തന്റെ ഫുൾ ഹോൾഡിങ്സ് അങ്ങോട്ട് പിൻവലിച്ചിട്ടുണ്ട്. എന്തായി, പുള്ളിക്ക് ഭയങ്കര ലാഭം കിട്ടി. അങ്ങനെയാണ് ഈ സ്കാം വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ബാക്കിയുള്ളവർ ഇത് ഓവർ പ്രൈസ്ഡ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് സെല് ചെയ്യുമ്പോഴേക്കും പുള്ളി ഇത് പിൻവലിക്കുന്നതുകൊണ്ട് തന്നെ സ്റ്റോക്കിന്റെ പൈസ വീണ്ടും നല്ലതായിട്ട് താഴാൻ തുടങ്ങും. അങ്ങനെ കുറെ പേരുടെ പൈസ നഷ്ടപ്പെടും. സോ ഇതാണ് പുള്ളി മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഏകദേശം 4000 കോടി രൂപയുടെ സ്കാമാണ് 1992 കാലഘട്ടത്തിൽ പുള്ളി നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ലൂപ്പ് ഹോൾ എന്തായിരുന്നു നോക്കുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ഹിസ്റ്ററി നോക്കാം ഹർഷത് മേത്തന്റെ. ഈ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ തൊട്ടാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള ന്യൂസും ഈ സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതിനെ കുറിച്ചൊക്കെ അറിഞ്ഞു തുടങ്ങിയത്. സോ അവിടെ നിന്നായിരുന്നു ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലേക്കുള്ള പുള്ളിയുടെ കടന്നു വരവെന്ന് പറയുന്നത്. സോ അവിടെ നിന്ന് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി പഠിച്ചിട്ട് അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് പുള്ളി സ്വന്തമായിട്ടൊരു സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേം തുടങ്ങി. ലക്കി ഭാസ്കർ സിമെന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈ ചെക്കിലൊക്കെ ഒപ്പിടുന്ന സമയത്ത് അതിന്റെ പേരിൽ ഗ്രോ എന്നായിരിക്കും ഉണ്ടാവുക. അതന്നെയായിരുന്നു ഹർഷത് മേത്തന്റെ സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേമിന്റെ പേരെന്ന് പറയുന്നത്, ഗ്രോ മോർ റിസർച്ച് ആൻഡ് അസറ്റ് മാനേജ്മെന്റ്. അങ്ങനെ പുള്ളി അതിന് സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേം തുടങ്ങി. ഇനി നമുക്ക് എന്താണ് ഈ ലൂപ്പ് ഹോൾ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് നോക്കാം. പണ്ട് ബാങ്കുകൾക്കൊക്കെ ഈ ഗവൺമെന്റ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കമ്പൽസറി ആയിരുന്നു. ഈ ഗവൺമെന്റ് ബോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗവൺമെന്റിന് ഇൻകം പറയുന്നത് മെയിനായിട്ട് നമ്മുടെ ടാക്സ് കളക്ട് ചെയ്യുന്നതാണല്ലോ. നമ്മൾ ഓരോരുത്തരും ടാക്സ് അടയ്ക്കുന്നതൊക്കെ ആയിരിക്കും ഗവൺമെന്റ് മെയിനായിട്ട് ഇൻകം എന്നുള്ളത് പറയുന്നത്. പക്ഷേ ഈ ടാക്സ് കൊണ്ട് മാത്രം ഗവൺമെന്റിന് ആവശ്യങ്ങൾ നടത്താൻ പറ്റില്ല. ആവശ്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ, പബ്ലിക്കിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ആയിരിക്കും ഗവൺമെന്റിന്റെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. ഈ ടാക്സ് കൊണ്ട് മാത്രം ഗവൺമെന്റ് റൺ ചെയ്യാൻ പറ്റില്ല. ആ സമയത്താണ് ഈ ഗവൺമെന്റ് ബോണ്ട് ഇഷ്യൂ ചെയ്യുക. ഇതിനായിട്ട് ഗവൺമെന്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കുകളിൽ നിന്ന് പൈസ കടമെടുത്തിട്ട് അവർക്ക് ചെറിയൊരു ഇൻട്രസ്റ്റ് കൊടുക്കും. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര സേഫ് ആയിരുന്നു. കാരണം എന്തായാലും തിരിച്ചു കിട്ടാൻ പോകുന്ന പൈസയാണ് ബാങ്കുകൾക്ക്. സോ ഭയങ്കര സെക്യൂർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു ബാങ്കുകൾക്ക് ഇത്. എല്ലാ ബാങ്കുകളും ചെയ്യണമെന്ന് കമ്പൽസറി ആയിരുന്നു ആ സമയത്ത്. അപ്പൊ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പൽസറി ആവുന്ന സമയത്ത് എല്ലാ ബാങ്കുകളുടെയും ഈ ഗവൺമെന്റ് ബോണ്ട് ഉണ്ടല്ലോ, ഇത് നല്ലൊരു സെക്യൂർ ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ ഇത് കൊളാട്രലായിട്ട് വെച്ചിട്ട് ബാങ്കുകൾക്ക് വേണമെങ്കിൽ ലോൺ എടുക്കാൻ പറ്റും. അതായത് ബാങ്കുകൾ തമ്മിൽ തന്നെ വേണമെങ്കിൽ ലോൺ എടുക്കാൻ പറ്റും. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബാങ്കിന് ഡയറക്റ്റ് ആയിട്ട് ബാങ്കിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. അതിന്റെ മിഡിൽ മാൻ ആയിട്ട് ഒരു സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേം വേണമായിരുന്നു. അവിടെയാണ് നമ്മുടെ ഹർഷത് മേത്ത കടന്നു വന്നത്. സോ ഈ ബോണ്ട് കൊടുക്കാൻ ഇവർ ഡയറക്റ്റ് ആയിട്ട് പോകില്ല, ഇവർ ആ തേർഡ് പാർട്ടി വഴിയായിരിക്കും പോവുക. അപ്പോൾ ഹർഷത് മേത്ത ആ ഒരു മിഡിൽ മാൻ ആണ്. ഇവിടെ നിന്ന് വാങ്ങിയിട്ട് അപ്പുറത്ത് കൊടുക്കും, അവിടെ നിന്ന് വാങ്ങിയിട്ട് ഇപ്പുറത്ത് കൊടുക്കും. പക്ഷേ ഇതിന് റെഗുലേറ്റ് ചെയ്യാനായിട്ട് പ്രോപ്പറായിട്ട് ഒരു അതോറിറ്റി ഇല്ലായിരുന്നു. അത് തന്നെയായിരുന്നു ഇവിടുത്തെ വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്യായിരുന്നു. മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ചെറിയൊരു 1 കോടി 2 കോടി രൂപ ഒന്നും പോരായിരുന്നു. ഹ്യൂജ് എമൗണ്ട് ആണ് ഇത് ഒരു സ്റ്റോക്കിന് മേലേക്ക് എത്തിക്കാൻ വേണ്ടി വന്നത്. ശരിക്കും പൈസ എടുക്കാനായിട്ട് ഹർഷത് മേത്തന്റെ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് പുള്ളി കണ്ടുപിടിച്ച വഴിയായിരുന്നു ഈ ബോണ്ടിനെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കാന്നുള്ളത്. അപ്പോൾ ബാങ്കുകാർ ഇവിടെ സ്റ്റോക്ക് ബ്രോക്കർക്ക് പൈസ കൊടുത്തിട്ട് അവിടെ ലോൺ എടുക്കുമല്ലോ. ആ ലോൺ എടുക്കുമ്പോൾ ആ ലോൺ പൈസ ഹർഷത് മേത്തന്റെ കയ്യിലാണ് വരിക. ആ സമയത്ത് പുള്ളി എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ എമൗണ്ട് എടുത്ത് സ്റ്റോക്ക് മാർക്കറ്റിലിട്ടു. എന്നിട്ട് ആ ഒരു സ്റ്റോക്ക് പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്തു. എന്നൊരു പ്രോഫിറ്റ് കിട്ടും, അതെടുത്തിട്ട് ഈ ബാങ്കുകൾക്ക് കൊടുത്തു. അങ്ങനെ ഒരു റൊട്ടേഷൻ ആണ് ചെയ്യാൻ തുടങ്ങി. ഇതിപ്പോൾ ഒരു ബാങ്ക് മാത്രമല്ല, കുറേ ബാങ്കായിട്ട് പുള്ളി ടൈ-അപ്പിലായി. എന്നിട്ട് പല ബാങ്കുകളും അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ കൊടുക്കുക, ഇവിടെ നിന്ന് എടുത്തിട്ട് അവിടെ കൊടുക്കുക, എന്നിട്ട് ഇത് സ്റ്റോക്ക് മാർക്കറ്റിലിട്ട് പമ്പ് ചെയ്യുക. അങ്ങനത്തെ ഉള്ള പരിപാടി ഇങ്ങനെ റൊട്ടേഷൻ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഏകദേശം 1991 കാലഘട്ടങ്ങളിൽ പുള്ളി ഭയങ്കര റിച്ച് ലൈഫ് സ്റ്റൈലിലേക്ക് എത്തി. ഈ ആൾക്കാരൊക്കെ ഭയങ്കര ശ്രദ്ധിക്കുന്നത്. അങ്ങനെയൊക്കെ കൊണ്ട് തന്നെ പുള്ളിക്ക് ദ ബിഗ് ബുൾ എന്നൊക്കെ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഒരുപാട് കാലങ്ങൾ നീണ്ടു നിന്നില്ല. 1 വർഷം കൊണ്ട് തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനമായിരുന്നു. സോ അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കട കൊടുത്ത് ഇവിടെ കൊടുത്ത് ഇവിടെ നിന്ന് കട കൊടുത്ത് അങ്ങനെ കൊടുത്തു. അങ്ങനെയൊക്കെ ആയ സമയത്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് എല്ലാവർക്കും തോന്നുമല്ലോ, ഒരു ഓവർ കോൺഫിഡൻസ് വരുമല്ലോ. ആ സമയത്ത് പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ബോണ്ട് ഉണ്ടല്ലോ,
അത് സ്വന്തമായിട്ട് തന്നെ അടിച്ചിറക്കാൻ പറ്റും. അവിടെയാണ് പുള്ളിക്ക് തെറ്റ് പറ്റിയത്. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറഞ്ഞ പോലെ ഏകദേശം 1992 ആവുന്ന സമയത്ത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ സുജിത ദലാൽ എന്ന് പറഞ്ഞ ഒരു ജേർണലിസ്റ്റ് ഇതെല്ലാം കണ്ടുപിടിച്ചുകൊണ്ട് ആർട്ടിക്കിൾ എഴുതി. അങ്ങനെ ഹർഷത് മേത്ത എന്ന് പറഞ്ഞ ആ ബിഗ് ബുള്ളിന്റെ അസ്തമയായിരുന്നു ആ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. പിന്നെ പുള്ളി ജയിലിലായി. ഏകദേശം 2001 കാലഘട്ടങ്ങളിൽ ജയിലിൽ വെച്ച് തന്നെ മരിക്കുകയായിരുന്നു. സോ ഇത് കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ സുജിത ദലാൽ എന്ന് പറഞ്ഞ ആ ജേർണലിസ്റ്റിന് പത്മശ്രീയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഈ സ്കാമിലൂടെ ഒരു വലിയൊരു ലൂപ്പ് ഹോൾ ഉണ്ടായിരുന്നത് ഗവൺമെന്റ് തിരിച്ചറിഞ്ഞിട്ട് കൂടുതൽ റെഗുലേഷൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഓരോ സ്കാം കഴിയുന്തോറും പുതിയ ഓരോ സ്കാം കണ്ടുപിടിച്ച് വരുന്നുണ്ടല്ലോ. ഹർഷത് മേത്തന്റെ സ്കാമിൽ പുള്ളി കാണിച്ച് തെറ്റെ കണ്ടുപിടിച്ച് അതിനെ ക്ലാരിഫൈ ചെയ്തിട്ട് കുറച്ചുകൂടി ബെറ്റർ സ്കാം നടത്തിയ ഒരാൾ കൂടിയുണ്ട്. ആളിനെ കുറിച്ച് വീഡിയോ കാണിക്കുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ അത്രയൊക്കെ തന്നെയാണ് ഹർഷത് മേത്ത സ്കാമിൽ ഉണ്ടായിരുന്നത്. വീഡിയോ ജസ്റ്റ് ഷോർട്ട് ആക്കി പറഞ്ഞാണ്, എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്ത് ഡൗട്ട് ആണെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇങ്ങനത്തുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ സമയത്ത് കുറേ ക്രിയേറ്റേഴ്സിനിടയിൽ എൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. ഞാൻ ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതും ജസ്റ്റ് കമന്റ് ചെയ്യുക, ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെ തന്നെ ഈ വീഡിയോയിൽ പറയാനായിട്ടുണ്ടായിരുന്നുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.